കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഇക്കുറി അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് LDF. കാസർഗോഡ് നഗരസഭയിൽ INL പിന്തുണയില്ലെങ്കിലും പതിവിന് വിപരീതമായി UDFനെതിരെ എല്ലാ വാർഡുകളിലും LDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. പുതിയ നീലേശ്വരം നഗരസഭ തങ്ങൾക്ക് തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. കാഞ്ഞങ്ങാട് നഗരസഭയിൽ CPMലെ വനിതാ സ്ഥാനാർത്ഥി P. ലീല എതിരില്ലാതെ അതിയാമ്പൂർ വാർഡിൽ നിന്നും തെരഞ്ഞെടുത്തത് തന്നെ LDFന്റെ തിരിച്ചുവരവായാണ് മുന്നണി കാണുന്നത്. ഇക്കുറി കാഞ്ഞങ്ങാട് നഗരസഭ LDF തിരിച്ചു പിടിക്കുമെന്നാണ് CPMന്റെ അവകാശവാദം. LDFന്റെ പ്രകടന പത്രികയിൽ ഇടതുമുന്നണി പറയുന്നത് ഇങ്ങനെ: കാഞ്ഞങ്ങാട് നഗരസഭ നിലവിൽ വന്നിട്ട് 26 വർഷം പിന്നിട്ടു. ഒരു നഗരസഭ എന്ന നിലയിൽ 26 മാസത്തിൻ്റെ വളർച്ച പോലും കൈവരിക്കാൻ മുനിസിപ്പാലിറ്റിക്കായിട്ടില്ല. നഗരസഭ നേരിടുന്ന വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ അതിനു പരിഹാരം കാണാനോ ഉള്ള ശ്രമം പോലും നടന്നിട്ടില്ല. അത് പഠിക്കാനും പരിഹരിക്കാനും രാഷ്ട്രീയ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണസമിതി ആവശ്യമാണ്. കഴിഞ്ഞ 26 വർഷങ്ങൾക്കിടയിൽ 2 വർഷം ഒഴികെ മറ്റു കാലത്തെല്ലാം ഭരണം കൈയാളിയത് കോൺഗ്രസ് ലീഗ് BJP സഖ്യമാണ്. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പകരം സ്വന്തം താൽപ്പര്യങ്ങൾക്കാണ് ഭരണരംഗത്തുള്ള ജനപ്രതിനിധികൾ ഭൂരിഭാഗവും വ്യഗ്രത കാട്ടിയത്. 2005 ഒക്ടോബറിൽ അഡ്വക്കേറ്റ് K. പുരുഷോത്തമൻ ചെയർമാനായാണ് ഇന്നത്തെ ഭരണസമിതി അധികാരമേറ്റത്. ഭൂരിപക്ഷമില്ലാതിരുന്നിട്ടുകൂടി മുനിസിപ്പാലിറ്റിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള ഏതാനും പദ്ധതികൾക്ക് തുടക്കമിടാൻ ചുരുങ്ങിയ കാലം കൊണ്ട് LDF നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിച്ചു. അലാമിപ്പള്ളിയിൽ പണിതുവരുന്ന ബസ് സ്റ്റാൻഡ്, കോട്ടച്ചേരി മത്സ്യ മാർക്കറ്റ്, ട്രെഞ്ചിങ് ഗ്രൗണ്ട് തുടങ്ങിയവ ഈ ഭരണസമിതിയുടെ സൃഷ്ടിയാണ്. എന്നാൽ അഡ്വക്കേറ്റ് K. പുരുഷോത്തമനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി നിലവിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അധികാരമേറ്റതോടെ നഗരസഭാ ഭരണം വീണ്ടും നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെ നിയന്ത്രണത്തിലായി. പുതുതായി ഒരൊറ്റ പദ്ധതിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഉള്ളവ പോലും പാതി വഴിയിൽ നിൽപ്പാണ്. കഴിവുകേടിൻ്റെയും അനാസ്ഥയുടെയും പര്യായമായ സമിതിക്കു കീഴിൽ നഗരം എല്ലാ അർത്ഥത്തിലും ഇല്ലാതാവുകയെന്നാണ് ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറയുന്നത്. കാസർഗോഡ് നഗരസഭയിൽ മുസ്ലിം ലീഗ് തന്നെ അധികാരത്തിൽ വരുമെന്നതിൽ CPMന് സംശയമില്ല. എന്നാൽ പതിവിന് വിപരീതമായി ലീഗും കോൺഗ്രസും BJPയും മത്സരിക്കുന്ന എല്ലാ വാർഡുകളിലും LDF സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. INL കൂടെയുള്ളപ്പോൾ ലീഗിനെതിരെ സ്ഥാനാർത്ഥികളെയും സ്വതന്ത്രരെയും നിർത്തിയ LDF ഇക്കുറി സ്വതന്ത്രരെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ കുറച്ചിട്ടുണ്ട്. പല വാർഡുകളിലും ലീഗിനെതിരെ CPM സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് മത്സരിക്കുന്നത്. പുതിയ നീലേശ്വരം നഗരസഭയിലും CPM തന്നെ അധികാരത്തിൽ വരുമെന്നാണ് പാർട്ടിയുടെ വാദം.